സംഘടിപ്പിച്ച തൃശൂർ ചാവക്കാട് മുസ്ലിം യൂത്ത് ലീഗ് സമരം റോഡിലെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് റോഡ് മുഴുവനായും റിട്ടയർ ചെയ്യണമെന്നും മുസ്ലിം യൂത്ത് ലീഗിന്റെ ആവശ്യം. പരിപാടി മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം ട്രഷറർ ലത്തീഫ് പാലയൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മാള പുത്തൻവേലിക്കരയിൽ കിണറ്റിൽ വീണ യുവാവിനെ രക്ഷപ്പെടുത്തി. യുവാവ് വീണത് 50 അടി താഴ്ചയുള്ള കിണറ്റിൽ. രക്ഷാപ്രവർത്തനം നടത്തിയത് സ്റ്റേഷൻ ഓഫീസർ ജോസിന്റെ നേതൃത്വത്തിൽ. മുസ്ലിം ലീഗ് ഉള്ളിയേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EC ഷിഹാബ് റഹ്മാൻ, PK അഷ്റഫ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ സ്തുത്യർഹമായ സേവനം നൽകിയവരെ അനുമോദിച്ചു. ബാലുശ്ശേരി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാജിദ് കൊറോത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ടും നടപടികളില്ലെന്ന് പരാതി. സ്തംഭിച്ചത് ദിനംപ്രതി 100 കണക്കിന് ആളുകൾ വന്നെത്തുന്ന ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റ്. തകരാർ പതിവായ ലിഫ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം. വിഷയം ചൂണ്ടിക്കാട്ടി കേരള NGO യൂണിയൻ അധികൃതർക്ക് നിവേദനം നൽകി. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കാൻ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സർക്കാർ ഓഫീസുകളിൽ ബിന്നുകൾ സ്ഥാപിക്കും. ആലപ്പുഴ ടൗൺ ഏരിയ തല ഉദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. തൃശൂർ അശ്വിനി ആശുപത്രി മുൻ ഡയറക്ടർ CN നാരായണൻ അന്തരിച്ചു. അന്ത്യം വസന്ത് നഗറിലെ സ്വവസതിയിൽ വെച്ചു. മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ എന്നീ നിലകളിലും CN നാരായണൻ സേവനമനുഷ്ഠിച്ചു. തൃശൂർ കാഞ്ഞാണിയിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ KSEBയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കുക, ആധുനിക രീതിയിലുള്ള ചാർജിംഗ് സംവിധാനം കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച്. പരിപാടി DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. നടന്മാർക്കെതിരായ ആരോപണങ്ങൾ സിനിമാ മേഖലയെ തകർക്കുമെന്ന് കരുതുന്നില്ലെന്ന് ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റ്. പുറത്തുവരുന്നതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ജാസി ഗിഫ്റ്റ് വ്യക്തമാക്കി. M മുകേഷ് MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ സമരം. പരിപാടി മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ മേഖലയിലുള്ള ചില പുഴുക്കുത്തുകളാണ് സിനിമാ മേഖലയെ തകർക്കുന്നതെന്ന് രമ്യ ഹരിദാസ്. തിരുവനന്തപുരം ആര്യനാട് ഗവൺമെന്റ് ആശുപത്രി ജീവനക്കാർക്ക് നേരെ അതിക്രമം നടത്തിയ പ്രതി പിടിയിലായത് ഉഴമലക്കൽ കിഴക്കുപുറം സ്വദേശി സതീഷ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എറണാകുളം പറവൂരിൽ ചെറിയപള്ളി കോട്ടുപള്ളി റോഡിലെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. അറ്റകുറ്റപ്പണി നടത്താത്തത് അധികൃതരുടെ അനാസ്ഥ മൂലമെന്നും ആരോപണം. തൃശൂർ എരുമപ്പെട്ടിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ യുവതി മരിച്ചു. മരിച്ചത് വെള്ളത്തേരി അമ്പലത്ത് വീട്ടിൽ അബ്ദുൾ സലാമിന്റെ ഭാര്യ ഷംസിയ. അപകടമുണ്ടായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ. 58ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 19-ന്. ജലോത്സവം നടക്കുന്നത് മാന്നാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ. കൊടിക്കുന്നിൽ സുരേഷ് MP പതാക ഉയർത്തും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശിഷ്ടാതിഥിയാകും. കൊല്ലം ഏഴംകുളം 15 ലിറ്റർ വിദേശ മദ്യവുമായി 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് പ്രദീപ്, സുരേന്ദ്രൻ പിള്ള എന്നിവർ. ഏരൂർ പോലീസ് പിടികൂടിയത് ഓണക്കാലത്ത് അനധികൃതമായി വിൽപ്പന നടത്താനായി ശേഖരിച്ച 35 കുപ്പി മദ്യം. ആലപ്പുഴ കുട്ടനാട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉപേക്ഷിക്കാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് വള്ളംകളി സംരക്ഷണ സമിതി. വള്ളങ്ങൾക്കുള്ള ബോണസ് തുകയുടെ 50% അടിയന്തരമായി അനുവദിക്കണമെന്നും ആവശ്യം. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉപേക്ഷിച്ചാൽ പല ക്ലബ്ബുകളും കടക്കണിയിലാകുമെന്നും ആശങ്ക. ആലപ്പുഴ നെടുമുടി ഹെൽത്ത് സെന്ററിൽ രോഗികൾക്ക് ലഘുഭക്ഷണം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി ചെമ്പുപുറം ജനനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം NS കുഞ്ഞുമോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷണ വിതരണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ. കൊല്ലത്ത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കലക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച റാലി KPCC ജനറൽ സെക്രട്ടറി പഴക്കുളം മധു ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാർക്ക് പരിഷ്കരണ കുടിശ്ശിക നൽകേണ്ട തുക വകമാറ്റി ദൂർത്തടിക്കുന്ന സർക്കാർ നയം അപലപനീയമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി ആരോപിച്ചു. എറണാകുളം മാഞ്ഞാലി പാലത്തിന് മുകളിൽ നിന്നും യുവാവ് പുഴയിൽ ചാടി. മക്കനായി സ്വദേശി അഭിജിത്താണ് പുഴയിൽ ചാടിയത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല.